പുറത്തിറങ്ങി നല്ല അന്തസ്സോടെ തല ഉയർത്തി പേരും പെരുമയും 4 പേരറിയുന്ന 4 പേർക്കൊപ്പം നിൽക്കണം അല്ലേ? മക്കൾ അങ്ങനെ നിൽക്കണം. അതിനു വേണ്ടിയാ കഷ്ടപ്പെട്ടതും ഇല്ലാത്തതും ഉള്ളതും ഒക്കെ ഉണ്ടാക്കി അവരെ പഠിപ്പിച്ചതും ഒരു നിലയിലെത്തിക്കാൻ, ഒരു കര പറ്റിക്കുവാൻ വേണ്ടി കഷ്ടപ്പെട്ടതും. എന്നിട്ടിപ്പോഴോ അതെ, ആ 4 പേരുടെ ഇടയിൽ തന്നെ ഉണ്ട്. കലിങ്ങിലിരിക്കുന്ന, കടവരാന്തയിലിരിക്കുന്ന, വാഴപ്പണയിലിരിക്കുന്ന, ചത്ത മത്സ്യത്തിൻ്റെ കണ്ണുപോലെ കുഴിഞ്ഞു താന്ന കണ്ണും അറിയപ്പെടുന്നുണ്ട്. അതിന് മാത്രം ഒരു കുറവുമില്ല, അറിയപ്പെടുന്നുണ്ട്. ദേശം മുഴുവൻ അറിയപ്പെടുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ട് തന്നെയാണ് നോക്കുന്നത്. പരിഹാസികളുടെ വായിലെ പാട്ടായി മാറിയ അനുഭവം. നല്ല നിലയിൽ ജീവിക്കുന്ന 4 പേർ പറയണമെന്ന് ആഗ്രഹിച്ച സ്ഥാനത്ത് അല്ലേ കെട്ടിച്ചു വിട്ടത്? അവൾ പോയി സന്തോഷത്തോടെ ജീവിക്കട്ടെ, ഭർത്താവിനൊപ്പം മക്കളുമായിട്ട് സന്തോഷത്തോടെ അവൾ ജീവിക്കട്ടെ. എന്നിട്ടോ പാണ്ടക്കെട്ടുമായിട്ട് മുറിക്കകത്ത് വന്നിരിപ്പുണ്ട്. ഒന്ന് പുറത്ത് വന്നിട്ട് നേരെ ഒന്ന് ചിരിച്ച് സംസാരിച്ചിട്ട് അല്ലേ ഒരുപാട് കഷ്ടപ്പെട്ടത്. നല്ലൊരു ജോലിയൊക്കെ കിട്ടുമ്പോൾ ജീവിതം ഒന്ന് മാറും. ഈ ഒതുങ്ങിക്കൂടിയ അവസ്ഥ മാറും. പുതിയതെന്തെങ്കിലും 4 പേർക്ക് പറയാൻ കാണും. നല്ലൊരു വീട്, അല്പം വസ്തു, നല്ലൊരു വാഹനം. അല്ലാതെ എന്നും ദാരിദ്ര്യവും പട്ടിണിയും കണ്ടുതീരും. കേട്ടും പറഞ്ഞും അറിഞ്ഞും മടുത്തു. പുതിയത് പറയട്ടെ. അതിനാ കഷ്ടപ്പെട്ടതും, അതിനു വേണ്ടിയാ. എന്നിട്ടിപ്പോൾ അതെ, അതിനകത്ത് തന്നെ ഉണ്ട്. നല്ലതൊന്നും പറയാനില്ല, നല്ലതൊന്നും പറയുവാൻ ഇല്ലാത്ത വിധത്തിൽ ഒതുങ്ങിക്കൂടപ്പെട്ടു പോയ, ഒതുക്കിക്കളഞ്ഞ അവസ്ഥ ഞങ്ങളുടെയൊക്കെ ജീവിതം. അയ്യോ പാസ്റ്റർ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ, എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ ഇതൊക്കെ തന്നെയാണ് വിധിച്ചിട്ടുള്ളത് അല്ലേ? ഞങ്ങൾക്ക് പുറത്തു വരുവാനോ, നല്ല 4 പേരുടെ മുമ്പിൽ അന്തസ്സോടെ നിൽക്കുവാനോ, 4 പേർ കൂടുന്നിടത്ത് അഭിമാനത്തോടെ നിൽക്കുവാനോ ഇല്ലെന്നേ. അതെ, പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു. തീർന്നു, എല്ലാം തീർന്നു. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രഷർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ രാത്രിയിലും നിനക്ക് വേണ്ടി സഹോദരി, നിനക്ക് വേണ്ടി സഹോദര, നിനക്ക് വേണ്ടി മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അതേ തീർന്നു. ഇതേ ഉള്ളൂ, ഇതേ എനിക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ മക്കൾക്ക് വിധിച്ചിട്ടുള്ളൂ എന്ന് സ്വയം പറഞ്ഞ്, സ്വയം വേദനിപ്പിച്ച് പരാതി പറഞ്ഞായിരിക്കുന്ന നിന്നോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞത്. അതെ, നിന്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ അവൻ ചെയ്യുവാൻ പോകുന്നത്, ഒതുക്കി കൂട്ടപ്പെട്ടു പോയ സ്ഥാനത്ത് നിന്ന് മനുഷ്യരും പിശാചും ചേർന്ന് നിന്റെ ആഗ്രഹങ്ങൾക്കും നിന്റെ സ്വപ്നങ്ങൾക്കും വിരോധമായി നിന്നെ ഒതുക്കി കൂട്ടിയ സ്ഥാനത്ത് നിന്ന് നിന്നെ പുറത്ത് കൊണ്ടുവരുവാൻ പോകുന്നതിനെ കുറിച്ച് അത് തന്നെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ആയിരിക്കുന്ന നീ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അത് കേൾക്കുവാൻ പോകുകയായി. ഇനി ഒരു മനുഷ്യനും ഒരു പന്ന പിശാചിനും അവർ ഒരുക്കുന്ന ഒരു സാഹചര്യങ്ങൾക്കും നിന്നെ ഒതുക്കി കൂട്ടുവാൻ, നിന്റെ തലമുറകളെ ഒതുക്കി വയ്ക്കുവാൻ, നിന്റെ കുടുംബത്തെ അത് മൂടി വയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ ദൈവം പുറത്തു കൊണ്ടുവരും. അതേ, പ്രവചനദൂതായി ആവർത്തിച്ചു വിളിച്ചു പറയട്ടെ, ദൈവം നിന്നെ, നിന്റെ തലമുറകളെ, നിന്റെ കുടുംബത്തെ പുറത്തു കൊണ്ടുവരും. നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും കഴിയുന്ന സ്ഥാനത്തേക്ക്, നല്ലത് പറയപ്പെടുന്നവരുടെ ഇടയിലേക്ക്, ആ വാഴപ്പടയിലിരിക്കുന്നവന്മാരുടെ ഇടയിൽ നിന്ന്, കടവരാന്തയിലിരിക്കുന്നവന്മാരുടെ ഇടയിൽ നിന്ന്, കലിങ്ങിലിരിക്കുന്നവന്മാരുടെ ഇടയിൽ നിന്ന് എൻ്റെ ദൈവം നിന്റെ തലമുറകളെ നല്ലത് കേൾക്കുന്ന, നല്ലത് പറയുന്നവരുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരും. ആമേൻ. വിശ്വസിക്കുന്നവർ പ്രാർത്ഥനയോടെ വലിയ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൂത് നിങ്ങൾക്ക് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെട്ടായിരിക്കുന്നു. നോക്കൂ, യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൈവദാസനെ,
നിങ്ങൾ പറഞ്ഞ ദൂതുമായി ഈ വചനം എങ്ങനെയാണ് കണക്റ്റ് ആകും? ശ്രദ്ധിക്കുക. വാതിൽ അടച്ചിരിക്കുന്നു. അതല്ലേ നിന്റെ ജീവിതത്തിലും ഇന്നായിരിക്കുന്ന അവസ്ഥ? വാതിൽ അടച്ചിരിക്കുന്നു. ആരെങ്കിലും അടച്ചതല്ല, നീ തന്നെ അടച്ചുറപ്പിച്ച് പാത്തിരിക്കുക. അയ്യോ പുറത്തിറങ്ങാൻ വയ്യ, കടവ. ആമേൻ. പുറത്തിറങ്ങിയ കടക്കാർ വട്ടം കൂടും. പറയണ്ട, പാത്തിരിക്കുക. കേൾക്ക്, ആ വാതിലിനകത്തുനിന്ന് പുറത്തു വരുവാൻ വേണ്ടത് എൻ്റെ കർത്താവ് നിൻ്റെ കരങ്ങളിൽ തരിക. അടച്ചുറപ്പിച്ച ആ മുറിക്കകത്ത് കർത്താവിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി, വലിയ സമാധാനത്തോടെ നീ അനുഭവിക്കുവാൻ പോകുക. ആ ടെൻഷനെല്ലാം മാറിപ്പോവുക യേശുവിൻ നാമത്തിൽ. മുറിക്കകത്ത് ഭയന്നായിരിക്കുന്ന ചിലർ, സ്തോത്രം, ഒരു ഡിപ്രഷൻ്റെ അവസ്ഥയിലായിരിക്കുന്നു. ഒറ്റയ്ക്ക് സംസാരിക്കുന്ന, ദേഷ്യപ്പെടുന്ന, പെട്ടെന്ന് കരയുന്ന, തളർന്നു പോകുന്ന, ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ, അതെ ആ അവസ്ഥയിലായിരിക്കുന്ന നിനക്ക് സമാധാനം. ശാലോം, എൻ്റെ യേശു നിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. നിനക്ക് സമാധാനം. ആ ഡിപ്രഷൻ്റെ അനുഭവത്തിൽ നിന്നും, ആ ടെൻഷനിൽ നിന്ന്, ആങ്സൈറ്റിയിൽ നിന്ന്, ഉറക്കമില്ലായ്മയിൽ നിന്ന്, നിന്നെ തന്നെ ഉപദ്രവിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് നിനക്ക് സമാധാനം എന്ന വെറും വാക്കല്ല, യേശുവിൽ നിറഞ്ഞിരുന്ന സമാധാനം നിന്റെ മേൽ വ്യാപരിക്കുക. ചിലർ അത് തിരിച്ചറിയുന്നുണ്ട്. താങ്ക് ലോർഡ്. ചിലർ അസമാധാനം അനുഭവിക്കുക. യേശുവിൻ നാമത്തിൽ സമാധാനത്തോടെ പുറത്തു വരുവാനുള്ളത് എൻ്റെ യേശു നിന്റെ കരങ്ങളിൽ നൽകും. ആമേൻ. നോക്കൂ, അടച്ചുറപ്പിച്ച മുറി, പേടിച്ചായിരിക്കുന്നു നിങ്ങൾ. അയ്യോ ദൈവദാസനെ, കടക്കാർ, ചുറ്റും പ്രശ്നക്കാർ, എങ്ങനെ പുറത്തേക്ക്? രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിൽ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ ഇതേ അവസ്ഥയിലാണ്. ഒരു പ്രവാചകന്റെ വാക്ക് കേട്ട് മുറിയും അടച്ച് ഒഴിഞ്ഞ പാത്രങ്ങളുമായിട്ട് കേൾക്ക്, അവൾക്ക് പുറത്തു വരുവാൻ വേണ്ടി ഒഴിഞ്ഞ പാത്രങ്ങളെ നിറച്ച കർത്താവ് നിനക്ക് പുറത്തു വരുവാൻ വേണ്ടി നിൻ്റെ ജീവിതത്തിലെ ചില ശൂന്യതകളെ നിറയ്ക്കുക യേശുവിൻ നാമത്തിൽ. ആ ശൂന്യമായ പേഴ്സനെ നിറയ്ക്കുക, ശൂന്യമായ അക്കൗണ്ടിനെ നിറയ്ക്കുക, ശൂന്യമായ ബ്യൂറോയെ നിറയ്ക്കുക യേശുവിൻ നാമത്തിൽ. കരം വെച്ച് പ്രാർത്ഥിക്കുക. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. നീ അടച്ചുറപ്പിക്കപ്പെടലിന് കാരണം ഭയം. അയ്യോ, ശിഷ്യന്മാരൊക്കെ പേടിച്ചു കേട്ടോ. യേശുവിനെ ക്രൂശിക്കുന്നത് അവർ കണ്ടു. അവരിങ്ങനെയൊന്നും അല്ല കരുതിയത്. ആമേൻ. യേശു വല നിറയെ മീൻ കൊടുക്കുന്നു, എന്നാൽ പിന്നെ യേശുവിനോട് കൂടെ പോകാം. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു. അയ്യോ, യേശു എത്ര വലിയവനാണ്. യേശു മരിച്ചവനെ ഉയർപ്പിക്കുന്നു. അയ്യോ. അത്ഭുതങ്ങൾ കണ്ടവർ, അടയാളങ്ങളും വീര്യപ്രവർത്തികളും കണ്ടുകൂടെ കൂടിയവർ, അവരിങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഇതൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അയ്യോ, ക്രിസ്തീയ ജീവിതം കഷ്ടതയുടെ അനുഭവം കൊണ്ടുവരുന്നുണ്ടോ? ക്രൂശ്, അയ്യോ, ഞങ്ങളിത് വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ യേശുവിനെ അനുഗമിച്ച്. ഞങ്ങൾക്ക് ഈ ക്രൂശ് ചുമക്കാൻ വയ്യ, ഞങ്ങൾക്ക് കഷ്ടം സഹിക്കാൻ വയ്യ, ഞങ്ങൾക്ക് വേദന അനുഭവിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് യേശുവിനെ അനുഗമിച്ചിട്ടും വേണ്ട എന്ന് വെച്ച കാര്യങ്ങൾ ഇതാ കൺമുമ്പിൽ നടക്കുന്നു. അയ്യോ, യേശു ക്രൂരമായി ഉപദ്രവിക്കപ്പെടുന്നു, വിചാരണ ചെയ്യപ്പെടുന്നു, ക്രൂശിക്കപ്പെടുന്നു. അവർ നോക്കിയപ്പോൾ ഇതാ ഞങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് തിരിച്ചറിഞ്ഞു കൊണ്ട് നടന്ന യേശു മനുഷ്യരാൽ ക്രൂശിക്കപ്പെടുന്നു. അയ്യോ, കേട്ടതും അറിഞ്ഞതുമൊക്കെ കള്ളത്തരമായിരുന്നു, വെറും വാക്കായിരുന്നോ വിശ്വസിച്ചത് അല്ലേ? അതാ ഇറങ്ങി വന്ന നാളുകളിൽ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി നടന്നു തുടങ്ങിയ സമയത്ത് കണ്ടതും കേട്ടതുമൊക്കെ അത്ഭുതങ്ങളാ. യേശു അത്ഭുതം ചെയ്യും. യേശു അവൻ്റെ ജീവിതത്തിൽ ചെയ്തു, ഇവൻ്റെ ജീവിതത്തിൽ ചെയ്തു. അതേ, എൻ്റെ ജീവിതത്തിൽ യേശു ചെയ്യും. യേശു അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. പക്ഷെ ഇപ്പോൾ വലിയ കഷ്ടതയിലായപ്പോൾ അത്ഭുതത്തെക്കുറിച്ചുള്ള ചിന്തയൊക്കെ മാറി. അതിനിടയിൽ പുട്ടിന് പീര പോലെ ചില പൊട്ടന്മാരും, യേശുവിന് അതൊന്നുമല്ല ജോലി. നിൻ്റെ രോഗം മാറ്റാനല്ല, നിൻ്റെ ദാരിദ്ര്യം മാറ്റാനല്ല, നിൻ്റെ കഷ്ടത മാറ്റാനല്ല, നിൻ്റെ വേദന മാറ്റാനല്ല. അയ്യോ, സ്തോത്രം. നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു പറഞ്ഞതിൽ ഏറ്റവും ശക്തമായ വാക്ക് ഏതെന്ന്
നിങ്ങൾ വേദപുസ്തകം പ്രത്യേകിച്ച് 4 സുവിശേഷങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അവസാനം എഴുതി വയ്ക്കുവാൻ കഴിയുന്ന വാക്ക് ഇതായിരിക്കും. സംശയമുണ്ടെങ്കിൽ 4 സുവിശേഷങ്ങൾ വായിച്ച് നോക്ക്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. നിന്റെ വിശ്വാസം വലിയത്. കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. ആമേൻ. യേശു പെടാപ്പാട് വിട്ടത് അതിനു വേണ്ടി. ഇവരെയൊക്കെ ഒന്ന് വിശ്വസിപ്പിക്കണം. ഇവരൊന്ന് വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മഹത്വം കാണും. താങ്ക് യു ലോർഡ്. സഹോദരി, വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. എൻ്റെ യേശുവിൽ വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. ആമേൻ. വല്ലവനും പറയുന്നത് കേട്ടല്ല. യേശുവിൽ വിശ്വസിച്ചാൽ. വിശ്വസിക്കുവാൻ പറഞ്ഞത് ലാസറിൻ്റെ കല്ലറയുടെ മുൻപിൽ നിന്നിട്ടാ. മരിച്ചവനെ ഉയർപ്പിക്കുവാൻ കഴിയുന്ന ഒരു യേശു ഇന്നും എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും ജീവിക്കുന്നുണ്ട്. വിശ്വസിക്ക്. ആമേൻ. മരിച്ചു, തീർന്നു, അവസാനിച്ചു. മറ്റേ പ്രസംഗം കൂടെ കേട്ടപ്പം തീർന്നു. അയ്യോ, എനിക്ക് പറ്റിയൊരബദ്ധം അല്ല. വിശ്വസിക്കുക. സ്തോത്രം. വിശ്വസിക്കുക. സങ്കടം തോന്നാറുണ്ട്. ആമേൻ. യേശുവിൻ്റെ വാക്കുകളെ പിന്തുടർന്ന് അവനിൽ വിശ്വസിക്കുന്നവർ കാണേണ്ട മഹത്വത്തിലേക്ക് നിങ്ങളെ കരം പിടിച്ച് നടത്തുമ്പോൾ അടുത്ത് അയ്യോ, വാക്ചാതുര്യം കൊണ്ടും വൈഭവം കൊണ്ടും ആത്മാവില്ലാത്ത അക്ഷരത്തിൻ്റെ ജ്ഞാനികളായവർ പടച്ചുവിടുന്ന പ്രസംഗമെന്ന പേരിലെ അവിശ്വാസ പ്രബന്ധങ്ങളെ ചിരിച്ചു തള്ളുവാൻ നിങ്ങൾക്ക് കഴിയണം. ആമേൻ. വാക്ചാതുര്യമല്ല, അഭിഷേകത്തിൻ്റെ ശക്തി, ആത്മാവിൻ്റെ ശക്തി, കൊല്ലുന്ന അക്ഷരത്തിൻ്റെ സ്ഥാനത്ത് ജീവിപ്പിക്കുന്ന ആത്മാവിൻ്റെ ശക്തി ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ചലിച്ചു തുടങ്ങി. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിപ്പിക്കുന്ന അക്ഷരത്തിൻ്റെ ശക്തി. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അതെ, നിൻ്റെ രോഗത്തെ സൗഖ്യമാക്കുവാനാണ് യേശു ക്രൂശിൽ കയറിയത്. അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകാം. വിശ്വസിക്കുന്ന നീ സൗഖ്യമായി. ആമേൻ. താങ്ക് യു ലോർഡ്. നിന്റെ നിന്ന മാറിപ്പോകുവാൻ, നിന്റെ അപമാനം മാറിപ്പോകുവാൻ യേശു ക്രൂശ് ചുമന്നു, നിന്ദിക്കപ്പെട്ടു. നിന്റെ തകർച്ച മാറുവാൻ യേശു തകർക്കപ്പെട്ടു. പാതാളത്തിനും മരണത്തിനും നിന്നെ കീഴടക്കുവാൻ കഴിയാതിരിക്കുവാൻ അവൻ പാതാളത്തെയും മരണത്തെയും കീഴടക്കി. ആ യേശു ഇന്നും ജീവിക്കുന്നു. ആ യേശു ഇന്നും ജീവിക്കുന്നു. വിശ്വസിക്ക്. ആമേൻ. വിശ്വാസമൊക്കെ സാഹചര്യം പ്രതികൂലമായി വന്നപ്പോൾ നഷ്ടപ്പെട്ടു. ശിഷ്യന്മാരെന്ത് ചെയ്തു? കതവൊക്കെ പൂട്ടി അങ്ങനെ പാത്തിരിക്കുക, നിങ്ങളെപ്പോലെ തന്നെ. അയ്യോ, ഞങ്ങൾക്ക് ഇതിനൊന്നും വിധിയില്ല. സ്തോത്രം. യേശു വരിക. സമാധാനമായിട്ട് ഇന്ന് ഉറങ്ങും. റെഡിയാണോ? സന്തോഷമായി വീട്ടുകാർക്കൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കും. നിൻ്റെ മോള് മുറിക്കകത്തുനിന്ന് പുറത്തു വന്ന് ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കുമെന്ന്. പ്രിയാമ്മേ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവ് അതങ്ങനെ ചെയ്യുക. ആമേൻ. ഭയന്ന് മുറിക്കകത്ത് ഒളിച്ചിരിക്കുന്നവൾ പുറത്തു വരും. നീ ആഗ്രഹിച്ചതുപോലെ അവൾ അവളുടെ ഭർത്താവിനൊപ്പം കൊച്ചുങ്ങളുമായി സന്തോഷത്തോടെ ജീവിക്കും. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. അതിന് തടസ്സമായി അവളെ ഭയന്ന് ഒതുക്കുമാറാക്കിയ, അവൾക്ക് കാണുവാൻ കഴിയാത്ത ആ നന്മകളെ എൻ്റെ യേശു അവളുടെ ജീവിതത്തിൽ തിരികെ കൊടുക്കുക. താങ്ക് യു ലോർഡ്. ഭർത്താവിൻ്റെ സ്നേഹത്തെ, നല്ലൊരു തൊഴിലിനെ, നല്ലൊരു സ്പിരിച്വൽ ലൈഫിനെ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കണം കേട്ടോ. അമ്മേ, നിൻ്റെ മകളുടെ ആത്മീയ ജീവിതം പണിയപ്പെടുവാൻ, പ്രിയ മാതാവേ, നിൻ്റെ മകൻ്റെ ആത്മീയ ജീവിതം പണിയപ്പെടുവാൻ പ്രാർത്ഥിക്കണം. ആ ആത്മീയ ജീവിതത്തിലായിരിക്കണം അവരുടെ ഭൗതിക ജീവിതം കെട്ടി ഉയർത്തപ്പെടേണ്ടത്. പലപ്പോഴും നമുക്ക് തെറ്റുപറ്റുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഭൗതികമായതെല്ലാം പണിതിട്ട് മുകളിൽ ആത്മീയം വയ്ക്കാമെന്ന് ശ്രമിക്കും. ഒരിക്കലും അത് നടക്കത്തില്ല. ഭൗതികമായത് പൊളിഞ്ഞു പോകും, ആത്മീയമായത് പൊളിയത്തില്ല. സ്പിരിച്വൽ ലൈഫ് അടിസ്ഥാനമായിരിക്കണം. സ്പിരിച്വൽ ലൈഫിൽ അടിസ്ഥാനമായിരിക്കണം ഓരോ കെട്ടുപണികളും. തൊഴിലെന്ന കെട്ടുപണി, കുടുംബമെന്ന കെട്ടുപണി, മക്കളെന്ന കെട്ടുപണി, വിദ്യാഭ്യാസം എന്ന കെട്ടുപണി എല്ലാം ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ദിവസങ്ങളിൽ നല്ലൊരു ആത്മീയ ജീവിതം അവർക്കുണ്ടാകുവാൻ. കതിരിന്മേൽ വളം വെച്ചിട്ട് കാര്യമില്ലെന്നറിയാം. കതിരല്ലാത്ത ആ തൈകളെങ്കിലും ആത്മീയ ജീവിതത്തിൽ അടിസ്ഥാനമിട്ട് വളർത്ത്. ഞായറാഴ്ച ട്യൂഷന് പോയില്ലെന്നും പറഞ്ഞ് നിങ്ങളുടെ മക്കൾ ഒരിടത്തും എത്താതെ ഒന്നും ഇരിക്കത്തില്ല. ഈ 6 ദിവസം പഠിച്ചിട്ടും പഠിക്കാൻ പറ്റാത്ത സാധനം ഞായറാഴ്ച ഒരു ദിവസം കൂടെ കുത്തി കയറ്റിയെന്ന് പറഞ്ഞിട്ട് കയറത്തില്ല. അത്രയൊക്കെ പഠിച്ചാൽ മതി. ആമേൻ. ദൈവം നിങ്ങൾ വിശ്വസിക്കുക. അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും
തലയ്ക്കകത്ത് ആൾ താമസമുള്ള വ്യക്തികളുമായിട്ട് സംസാരിക്കുക. അങ്ങനെ 24 മണിക്കൂറും പഠിപ്പിച്ചാൽ അകത്ത് കയറുന്ന സാധനമൊന്നുമല്ല. ഒരു മനുഷ്യന് പഠിക്കുവാൻ കഴിയുന്നതിനൊരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. അല്ലാതെ 24 മണിക്കൂറും അങ്ങനെയാണെങ്കിൽ ഇഷ്ടമുള്ള ആഹാരം ഉണ്ടല്ലോ എന്ന് വെച്ച് നീ 24 മണിക്കൂറും തിന്നു നോക്ക്, തിന്നാൻ പറ്റുമോ? അങ്ങനെയൊന്നും പറ്റത്തില്ല. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, അത് തിരിച്ചറിയും. 6 ദിവസം പഠിക്കട്ടെ, 7ാമത്തെ ദിവസം അവരെ ദൈവസേനയിൽ കൊണ്ടുവന്നിരുത്ത്. അവർ യേശുവിൻ്റെ സമാധാനം അറിയട്ടെന്ന്. എന്നിട്ട് നീയും കൂടെ പോയിരിക്കും. യേശുവിൻ്റെ സമാധാനം അറിയും. ദൈവം തരുന്ന സമാധാനം, ലോകത്തിന് കവരുവാൻ കഴിയാത്ത സമാധാനം അവർ അനുഭവിക്കട്ടെ എന്നേ. ആമേൻ. സ്തോത്രം. പേടിച്ചു, ഒതുക്കി. അയ്യോ, 4 പേരുടെ മധ്യത്തിൽ അങ്ങനെ ഇരിക്കുക, കണ്ണും ചീഞ്ഞു, ചുണ്ടിൻ്റെ ഇടയിലും കുത്തിക്കയറ്റി. അയ്യോ, പറയണ്ട, കരയുക. നീ കരയുമ്പോൾ ഞാൻ ചിരിച്ചെങ്കിൽ എനിക്കൊരു വിശ്വാസമുണ്ട്, നിൻ്റെ കണ്ണുനീർ ചിരിയായി മാറുവാൻ പോകുന്നു യേശുവിൻ നാമത്തിൽ. മാതാവേ, നിൻ്റെ കണ്ണുനീർ, തലമുറകളെക്കുറിച്ചോർത്ത് നീ കരയുന്ന നിൻ്റെ കണ്ണുനീരിനെ എൻ്റെ യേശു ചിരിയാക്കി മാറ്റുവാൻ പോകുക. അവരെ പുറത്തു കൊണ്ടുവരിക. രാജ്യങ്ങളുടെ വാതിലുകളെ എൻ്റെ ദൈവം അവർക്ക് മുമ്പിൽ തുറന്നു കൊടുക്കുക. നോക്കൂ, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഭൂമിയുടെ അറ്റത്തോളം, ആ കലിങ്ങിൻ്റെ അടിയിലല്ല, വാഴപ്പണയുടെ മൂലയ്ക്കല്ല, ആമേൻ, ആ കടവരാന്തയുടെ ഒതുക്കത്തിലല്ല, ഭൂമിയുടെ അറ്റത്തോളം. ഈ ഭൂമി നിൻ്റെ തലമുറകൾക്കായി നീണ്ട് പരന്ന് വിശാലമായിട്ട് കിടക്കുന്നു. ഉരുണ്ട ഭൂമിയാണെന്നൊക്കെ അറിയാം കേട്ടോ, പറഞ്ഞതേ ഉള്ളൂ. ആമേൻ. നിൻ്റെ തലമുറകൾക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഭൂമിയുടെ അറ്റത്തോളം. ഏറ്റവും നല്ലത് എവിടെയുണ്ടോ, നിൻ്റെ ജീവിതം, നിൻ്റെ തലമുറകളുടെ ജീവിതം, എൻ്റെ കർത്താവിൻ്റെ നാമം ഉയരുന്ന സാക്ഷ്യങ്ങൾ എവിടെയുണ്ടോ അവിടം വരെ പോകുവാൻ തക്കവണ്ണം ഇപ്പോൾ അവർക്ക് മുമ്പിൽ വാതിലുകൾ തുറക്കപ്പെടുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി മനുഷ്യനും പിശാചും അടച്ചു കളഞ്ഞ എല്ലാ വാതിലുകളും തുറന്നു വരട്ടെ. മദ്യമെന്ന പൂട്ട് പൊട്ടട്ടെ, ലഹരികളെന്ന പൂട്ടുകൾ യേശുവിൻ നാമത്തിൽ കൂട്ടുകെട്ടുന്ന വാതിലുകളെ കർത്താവ് തകർക്കുക. ആമേൻ. യേശുവിൻ നാമത്തിൽ പുറത്തു വരും. ആമേൻ. നിങ്ങളുടെ ജീവിതം പുറത്തു വരും. 4 പേരുടെ മുമ്പിൽ അഭിമാനത്തോടെ തല നിവർത്തി നിൽക്കുവാൻ തക്ക വിധത്തിൽ നിങ്ങളുടെ ഭയപ്പെടുത്തിയവർ, അതെ, ഭയമാണ്. ചില വ്യക്തികളെ കാണുമ്പോൾ അയ്യോ, അവരല്ലേ, അയ്യോ, ആമേൻ, ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ സുപ്പീരിയേഴ്സിനെ കാണുമ്പോൾ ഭയമാണ്. അയ്യോ, അവർ കാണുമ്പോൾ അവർക്ക് ദേഷ്യം വരുന്ന ഒരു ഭാവം എൻ്റെ മുഖത്തുണ്ടായാൽ, ഞാൻ സംസാരിക്കുമ്പോൾ, കൈ കൊടുക്കുമ്പോൾ, അയ്യോ, പേടിച്ച് ടോയ്ലറ്റിൻ്റെ അടുത്ത് പോയി വിളിക്കുന്ന സഹോദരി നിന്നോടാ. പേടിച്ച് യേശുവിൻ നാമത്തിൽ ആ പേടി വിട്ടു മാറുക. ആ അടച്ചുറപ്പിക്കപ്പെട്ട സ്ഥാനത്തേക്ക് എൻ്റെ യേശു കടന്നു വരിക. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2:43 പറയുന്നു, അവരെ ഭയപ്പെടുത്തിയവർക്കൊക്കെ ഭയമായി. നിന്നെ ഭയപ്പെടുത്തിയവർ ഭയപ്പെടും വിധത്തിൽ എൻ്റെ കർത്താവ് നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. ഇനി നീ അവരെ കണ്ടല്ല, അവർ നിന്നെ കണ്ട് പേടിക്കുവാൻ പോകുക. എപ്പോഴാണ് ഇവൻ എൻ്റെ സീറ്റിന് മുകളിൽ സീറ്റ് വയ്ക്കുവാൻ പോകുന്നത്? യേശുവിൻ നാമത്തിൽ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, നീ പ്രമോട്ട് ചെയ്യപ്പെടുവാൻ പോകുക. ഒതുക്കപ്പെട്ട ഭയത്താൽ ഒതുക്കപ്പെട്ട സ്ഥാനത്ത് നീ പ്രമോട്ട് ചെയ്യപ്പെടുവാൻ. യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ആമേൻ. നീ ഭയക്കുന്നത് അല്ല, അവർ ഭയക്കുന്നത് ഈ ദിവസങ്ങളിൽ സംഭവിക്കുവാൻ പോകുക. നിന്നെ കൊണ്ട് അവരെ ഭയപ്പെടുത്തി അവർക്ക് മുകളിൽ നിന്നെ എത്തിക്കുന്ന ഒരു കർത്താവ്. ആമേൻ. നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റുന്ന ഒരു കർത്താവ്. സ്തോത്രം. ആ ഒതുക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് ശുശ്രൂഷക, ആ ഒതുക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് നിന്റെ സഭ പുറത്തു വരിക. വിശ്വസിക്കുവാൻ കഴിയുന്നു? ആമേൻ. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അപ്പോസ്തലന്മാരാൽ, ദൂതാണ് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു, അപ്പോസ്തലന്മാരാൽ പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, കരയുന്ന നീയാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. ആവർത്തിച്ചു പറ, ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രാർത്ഥിക്കുന്ന എന്നാൽ നടക്കും. ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഉപവസിക്കുന്ന എന്നാൽ നടക്കും. ആമേൻ. പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ആരാധിക്കുന്ന എന്നാൽ ഭയപ്പെടുത്തിയവർ ഭയപ്പെടുന്ന അത്ഭുതങ്ങൾ സംഭവിക്കും. ആമേൻ. താങ്ക് യു ജീസസ്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അതേ, ഏറിയത് ശുശ്രൂഷക, ഏറിയത് ദേശം നിന്നിലേക്ക് നോക്കുന്ന, ദേശം
നിന്നെ അറിയുന്ന ഏറിയത് ഈ ദിവസങ്ങളിൽ എൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിൽ ചെയ്യും. നീ ആയിരിക്കുന്ന സ്ഥാനത്ത് അതൊരു പക്ഷേ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, നിന്നെ സംരക്ഷിക്കുന്ന നിൻ്റെ ബന്ധുക്കളോ ചർച്ചക്കാരോ ഉള്ള ഇടങ്ങളിലായിരിക്കണമെന്നില്ല. അപരിചിതരുടെ മധ്യത്തിൽ, അപരിചിതമായ സാഹചര്യങ്ങളുള്ള രാജ്യത്ത് എൻ്റെ ദൈവം ഏറിയ അത്ഭുതങ്ങളിലൂടെ നിന്നെ വഴി നടത്തും. താങ്കിലൂടെ യേശുവിൻ നാമത്തിൽ നിൻ്റെ സ്ഥാപനം, ആമേൻ, അവിടെ ഏറിയ അത്ഭുതങ്ങൾ കാണും. സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഏറിയ അത്ഭുതമായി നിൻ്റെ ബിസിനസ് സംരംഭം മാറും. നിൻ്റെ കുടുംബജീവിതം, അതേ സഹോദരി, നിൻ്റെ കുടുംബജീവിതം ഒരു അത്ഭുതമെന്നല്ല, ഒന്നും വേണ്ട, എങ്ങനെയെങ്കിലും ജീവിച്ചു പോയ അതാ കർത്താവ് പുറത്തു കൊണ്ടുവരും. സഹോദരി, സഹോദര, നിൻ്റെ കുടുംബജീവിതത്തെ കർത്താവ് പുറത്തു കൊണ്ടുവരും. ഇങ്ങനെ രണ്ടുപേരും രണ്ട് വശത്തായിട്ട് നിൽക്കുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. എൻ്റെ കർത്താവ് പുറത്തു കൊണ്ടുവരും. അതിനുവേണ്ടി അവൻ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് അകത്ത് വരും. പലരും പുറത്തു നിന്ന് പറയുന്നുണ്ട്, നീ പുറത്തു വാ, ഞങ്ങൾ കൂടെയുണ്ട്. നിനക്ക് പുറത്തു പോകാൻ പറ്റത്തില്ലെന്നും അവർക്കും അറിയാം, നിനക്കും അറിയാം. അതുകൊണ്ടാണ് പുറത്തു നിന്ന് വിളിക്കുന്നത്. പക്ഷേ യേശു നീ ആയിരിക്കുന്ന സ്ഥാനത്ത് വരും. ആ രോഗക്കിടക്കയിൽ എൻ്റെ യേശു വന്നിട്ടുണ്ട്. എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക. താങ്ക് യു ലോർഡ്. കർത്താവ് തൊട്ട് സൗഖ്യമാക്കുക. ആമേൻ. നീ ആയിരിക്കുന്ന കടം കയറി മുടി നിന്ന് അനുഭവിച്ച് നിരാശ അനുഭവിച്ച് അയ്യോ ഇനി ജീവിക്കണ്ടേ എന്ന് പറഞ്ഞായിരിക്കുന്ന അതേ സ്ഥാനത്ത് എൻ്റെ യേശു നിനക്ക് വേണ്ടി വരും. യേശു വരും. ആമേൻ. ആരും വരാത്ത സ്ഥാനത്ത് യേശു വരും. ആ മുറിക്കകത്ത് യേശു വരും. അവർ ആയിരിക്കുന്ന സ്ഥാനത്ത് യേശു നിനക്ക് വേണ്ടി പോകും. നിന്റെ മക്കളായിരിക്കുന്ന സ്ഥാനത്ത്, നിന്റെ ഭർത്താവായിരിക്കുന്ന സ്ഥാനത്ത്, നിനക്ക് ചെന്നെത്തുവാൻ കഴിയാത്ത സ്ഥാനത്ത് യേശു വരും. ഭയം കൊണ്ട് അടച്ചുറപ്പിച്ച വാതിലുകളെ തുറന്ന് ലോകത്തിൻ്റെ അറ്റത്തേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് മുമ്പിൽ വഴികളെ, വാതിലുകളെ തുറന്നു തരും. പുറത്തു കൊണ്ടുവരും. റെഡിയാണോ? മർക്കോസിൻ്റെ മാളിക മുറിയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ പ്രഷർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മർക്കോസിൻ്റെ മാളിക മുറിയിൽ പിളർന്നിരിക്കുന്ന അഗ്നിനാവുകളെ പോലെ ജ്വലിപ്പിച്ചുകൊണ്ട് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ വലിയ ശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെടുവാൻ, വിശാലമായ ലോകത്തിലേക്ക് കടന്നു പോകുവാൻ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ആ വിധത്തിൽ ഞങ്ങൾക്കൊപ്പം ചേർന്ന് ആ ഒരു ആത്മീയ നിറവ് അനുഭവിച്ച് പുറത്തു വരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി ഉപവാസം പ്രഷർ ഫാമിലിക്കൊപ്പം ക്രമീകരിക്കുവാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഏതവസ്ഥയിലും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങൾക്ക് ഉപവസിക്കുവാനായി കഴിയും. കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിർത്തുക. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 11:30 മണി മുതൽ പ്രഷർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ലൈവായി നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ വിടുതൽ അനുഭവിക്കും. അതേ, നിങ്ങൾ പുറത്തു വരും, അത്ഭുതം കാണും. എല്ലാ ഞായറാഴ്ചകളും രാവിലെ 10 മണി മുതൽ പ്രഷർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. ഒരു അനുഗ്രഹിക്കപ്പെട്ട ആരാധന അനുഭവം നഷ്ടപ്പെട്ടവരായി നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾക്ക് പ്രാർത്ഥനയോടെ ജോയിൻ ചെയ്യുവാൻ കഴിയും, പുറത്തു വരുവാൻ കഴിയും. ലിങ്കുകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയങ്ങളിൽ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറക്കരുത്. കടന്നു വരുവാൻ കഴിയുന്ന ദൂരപരിധിക്കുള്ളിലായിരിക്കുന്നവർ അല്പം പാടുപെട്ടാലും കുഴപ്പമില്ല, കുടുംബമായി കടന്നു വാ. കുടുംബമായി കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. എല്ലാ ഞായറാഴ്ചയും പ്രഷർ ഫാമിലിയുടെ 2ാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് MS പ്ലാസ എന്ന ബിൽഡിങ്ങിൻ്റെ താഴെ അവിടെ ഒരു പഴയ വെയിറ്റിംഗ് ഷെഡുണ്ട്. ആവർത്തിച്ച് പറയട്ടെ, ഒരു ബസ് സ്റ്റോപ്പ്, അതിൻ്റെ പുറകിൽ പഴയ സുമംഗലി ഓഡിറ്റോറിയത്തിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും. കടന്നു വന്നോ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. വൈകുന്നേരം 3 മണിക്ക് ശേഷമാണ് കേട്ടോ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആ ഭാഗങ്ങളിലുണ്ടെങ്കിൽ അറിയിക്കുക. നിങ്ങളും കടന്നു വരിക. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അകത്ത് കിടന്ന് നിങ്ങൾക്ക് സമാധാനം എന്നരുളിയ കർത്താവേ, ഇവർ ആ സമാധാനം ഇപ്പോൾ മുതൽ അനുഭവിക്കുന്ന കൃപയ്ക്കായി, ഇവർക്ക് സമാധാനം അങ്ങ് നൽകുന്ന കൃപയ്ക്കായി എല്ലാ കണ്ണുകളും അടയട്ടെ. ആ സമാധാനവുമായി യേശു നിങ്ങളുടെ അടുക്കൽ വരിക. സമാധാന പ്രഭു. സഹോദരി, യേശു നിന്നെ തൊട്ട് നിന്നോട് സംസാരിക്കുക. നിനക്ക് സമാധാനം. സഹോദര, നിനക്ക് സമാധാനം. കണ്ണടച്ചു പ്രാർത്ഥിക്കുക. നിനക്ക് സമാധാനം. മാതാവേ, പിതാവേ, മക്കളെ, നിങ്ങൾക്ക് സമാധാനം. സ്തോത്രം. അടഞ്ഞുപോയ വാതിലുകൾ തുറക്കുക യേശുവിൻ നാമത്തിൽ, ഭൂമിയുടെ അറ്റത്തോളം. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. അപ്പാ,
ഇവർക്ക് മുമ്പിൽ അങ്ങ് വാതിലുകളെ തുറന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. ഇവരിൽ ജോലിയില്ലാത്തവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുറന്ന വാതിലുകൾ ഇവരുടെ ജീവിതത്തിൽ നന്മയായി അനുഭവിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ജോലികളുണ്ടാകട്ടെ. ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. ഒതുക്കപ്പെട്ടു പോകുന്ന എല്ലാ അനുഭവങ്ങളും മാറിപ്പോകട്ടെ. ഇവരുടെ അധ്വാന ഫലം ഇവരുടെ കരങ്ങളിൽ ഉണ്ടാകട്ടെ. ഇവരുടെ കുടുംബം അത് അനുഭവിക്കട്ടെ. സ്തോത്രം. പുതിയ ജോലികൾക്കായി കാത്തിരിക്കുന്നവർ ജോലികൾ ലഭിക്കട്ടെ. ഇൻ്റർവ്യൂകൾ കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുന്നവർ അപ്പോയിൻമെൻ്റ് ലെറ്ററുകൾ കരങ്ങളിൽ വരട്ടെ. തുറന്ന വാതിലിലൂടെ അപ്പോയിൻമെൻ്റ് ലെറ്ററുകൾ വരുന്ന കൃപയ്ക്കായി വിശ്വാസത്തോടെ കരം നീട്ടി വാങ്ങിക്കുക. യേശുവിൻ നാമത്തിൽ ഒരുങ്ങിയിറങ്ങ്. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുക. അനുഗ്രഹിക്കപ്പെട്ട പച്ചപ്പുള്ള നീരോട്ടമുള്ള രാജ്യങ്ങളുടെ വാതിലുകൾ നിനക്ക് മുമ്പിൽ എൻ്റെ യേശു തുറക്കുക. യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്. എല്ലാ ഞെരുക്കങ്ങളും എല്ലാ ബാധ്യതകളും മാറുക. വരൾച്ചയുടെ അനുഭവങ്ങൾ മാറുക. കടഭാരങ്ങൾ മാറുക. പലിശക്കടങ്ങൾ യേശുവിൻ നാമത്തിൽ ജപ്തി നോട്ടീസുകൾ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ മാറിപ്പോകട്ടെ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. തടഞ്ഞു വയ്ക്കപ്പെട്ടിരിക്കുന്നത് ഇവരിലേക്ക് ഒഴുകി നിറയട്ടെ. ഇവരുടെ അവകാശങ്ങൾ ഇവരുടെ നന്മകൾ ഇവർക്ക് ലഭിക്കേണ്ടത് ഇവരുടെ കരങ്ങളിലേക്ക് വരട്ടെ. ഇവരിലെ രോഗികളെ ഞങ്ങൾ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഇവർ സൗഖ്യമാകുന്ന കൃപ. എല്ലാ രോഗബന്ധനങ്ങളും മാറിപ്പോകട്ടെ. രോഗമുഖാന്തരം അനുഭവിക്കുന്ന നിരാശകൾ മാറട്ടെ. ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ. മെഡിസിൻ ഇല്ലാതെ ഇവർ ജീവിച്ചു തുടങ്ങട്ടെ. മരുന്നിനും വൈദ്യനും അടിമകളാകാതെ ഇവർ ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ഇവരുടെ ശരീരം സ്വതന്ത്രമാകട്ടെ. ജന്മനാലുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ. അവയവങ്ങളിലുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ. എല്ലാ ബ്ലീഡിങ്ങുകളും മാറിപ്പോകട്ടെ. എല്ലാ ട്യൂമറുകളും മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ എല്ലാ മൈഗ്രെയിൻസും മാറിപ്പോകട്ടെ. കാല് നിലത്തൂന്നവാൻ കഴിയാത്ത വിധത്തിൽ വേദന അനുഭവിക്കുന്ന ചിലർ യേശുവിൻ നാമം സൗഖ്യമാകാം. എല്ലാ ബന്ധനവും വഴിയട്ടെ. കെട്ടും പൊട്ടട്ടെ. ആമേൻ ആമേൻ ആമേൻ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, തലമുറകൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ അവരോട് കൂടിയിരിക്കണമേ. അവർക്ക് മുമ്പിൽ ജയത്തിൻ്റെ വാതിലുകൾ തുറക്കട്ടെ. പരീക്ഷകൾ നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ. ബുദ്ധിമണ്ഡലങ്ങളെ തുറന്നാട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. മനോഹരമായ ഭവനങ്ങൾ പണിതെടുക്കട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. സ്തോത്രം. വിദേശങ്ങളിൽ കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർക്ക് വിസകൾ വരട്ടെ. എല്ലാ തടസ്സവും മാറട്ടെ. വിസിറ്റിംഗ് വിസകളിലായിരിക്കുന്നവർക്ക് ജോലികൾ കിട്ടട്ടെ. ഓഫർ ലെറ്റർ വരട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. നന്ദി കർത്താവേ. താങ്ക് യു ലോർഡ്. IELTS, OET, പ്രോമെട്രിക് എക്സാമുകൾ എഴുതുന്നവർ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. യേശുവാ, ഇവരെ അങ്ങ് മാനിച്ചാട്ടെ. അങ്ങ് ഇവരോട് കൂടി നിന്നാട്ടെ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ എല്ലാ തടസ്സങ്ങളും ഇവർക്ക് മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. സഭകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ആത്മീയ ജീവിതം പണിയപ്പെടട്ടെ. പ്രാർത്ഥനാ ജീവിതമുള്ളവരായി ഇവർ മാറട്ടെ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. സിവിൽ ക്രിമിനൽ കേസുകളിൽ തീർപ്പുണ്ടാകട്ടെ. എല്ലാ കോടതി നടപടികളിൽ നിന്നും ഈ ജനം പുറത്തു വരട്ടെ. അന്യായമായി ന്യായമില്ലാത്തത് അനുഭവിച്ച് കഷ്ടപ്പെടുന്നവർ നീതി വെളിപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇത് ഇവരുടെ അനുഗ്രഹത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെയും ദിവസമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയ്ക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.